സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. നമ്മൾ ഇപ്പോൾ ഒരു കുംഭമേള തിരുനാവായ നടക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം ഞാൻ പോയിരുന്നു. അതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് അതിൽ ഇട്ടിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിള ആരതി 2-3 ദിവസമായി ഇപ്പോൾ നടക്കണു. അപ്പോൾ ആ നിള റിവറാണ് ഇത്. ഇതിൻ്റെ വീഡിയോയും അതിൻ്റെ ഫോട്ടോയാണ്. ഇതെനിക്ക് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു ഉണർവും അതൊക്കെ തോന്നി. സോ ഐ തോട്ട് ഇന്നത്തെ വിഷയം നോട്ട്ബുക്ക് ഡിസൈൻ ബേസ്ഡ് ഓൺ നിള റിവർ എന്ന്. അപ്പം ഞാൻ പ്രോക്രിയേറ്റ് പോയിട്ട് ഞാൻ ഓരോന്ന് സെറ്റ് ചെയ്തു. ഇതേ സെയിം ഇമേജ് തന്നെ, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ഡിജിറ്റലായിട്ടാണ് ഇത് ഞാൻ ചെയ്യണത്. കുറച്ചും എന്താ പറയുക, ഇത് സൺസെറ്റ് ആയിട്ടുള്ള ഒരു ഒരു ചിത്രമാണത്. ലൈക്ക് ഒരു ഫോട്ടോയാണ് ഞാൻ എടുത്തായിരുന്നത്. അപ്പോൾ അതിനെ റെഫറൻസ് എടുത്തിട്ട് ഞാൻ അത് നോക്കിയിട്ട് ചെയ്ത കുറേ ആർട്ട് വർക്ക്, ഇത് ടൈം ലാപ്സ് വീഡിയോ ആണ്. ആദ്യം ഞാൻ ആ ദൂരെ നിൽക്കണ ആ കാടും അതൊക്കെ ഞാൻ വരച്ചു. അത് കഴിഞ്ഞ് പിന്നെ താഴത്തെ ഗ്രാസ് വരച്ചു. പിന്നെ നമ്മുടെ ആ എന്താ പറയുക, ആ പാലം വരച്ചു. പിന്നെ ഈ ഫെൻസും വരച്ചു. അപ്പം ഇതൊക്കെ ഒരു സ്കെലട്ടൻ പോലത്തെ ഒരു രീതിയിലാണ്. പിന്നെ ക്ലൗഡ്സും അത് വരയ്ക്കാൻ തുടങ്ങി. സണ്ണിൻ്റെ സണ്ണ് റേസ് ആ വെള്ളത്തിൽ വീണതൊക്കെ വരച്ചു. ദിസ് ഈസ് എ വെരി കൈൻഡ് ഓഫ് എ മൂഡി ഇഫക്റ്റ്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ശരിക്കും പറയാൻ. ആ ഇഫക്റ്റ്, ആ ഒരു ഫോട്ടോയെ അത് ഇറ്റ് ഈസ് വെരി അമേസിങ് ടു സീ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മരങ്ങൾ, അത് ആ മരത്തിൻ്റെ ഇടയെന്ന് സൂര്യൻ്റെ പ്രകാശം വരലും അങ്ങനെയൊക്കെ നല്ല രസമാണ്. അതിൻ്റെ ആ ഒരു ഈ പിക്ചറ്, ഞാൻ എടുത്ത പിക്ചറിന് ഞാൻ ആ ആരതിയുടെ തൊട്ട് മുന്നേ, നിള ആരതിയുടെ തൊട്ട് മുന്നേ ഇങ്ങനെ നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് ഈ വ്യൂ കിട്ടും. അതാണ് ഈ വ്യൂ. ഇത് ഫ്ലാഗൊക്കെ ഉണ്ട് കേട്ടോ ആ പാലത്തുമ്മേ, ഓറഞ്ച് ഫ്ലാഗ്സ് ഉണ്ട്. ആൻഡ് അതിൻ്റെ ജസ്റ്റ് ഒരു ജിസ്റ്റ് പോലെ ചെയ്തു വെച്ചു. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ചെയ്തത്. ഇനി ബുക്ക് രീതിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഫസ്റ്റ് ഫ്രണ്ട് പേജും ഫ്രണ്ടിൻ്റെ ഇൻസൈഡും ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതങ്ങനെ തന്നെ ഞാൻ വെച്ചു. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഇൻസൈഡ് എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. ആ സൂര്യൻ്റെ മാത്രമേ റേസ് ഉള്ളൂ. ബട്ട് അത് സൂര്യൻ ഈ ഫെൻസൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ്. പിന്നെ ലാസ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ബാക്കിൽ ഞാൻ ഈ നിള റിവറിലുള്ള സ്നാനത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് ഇതിൽ വേർഡ്സിലാണ് അത് എഴുതിക്കണേ, എന്തൊക്കെ സംഭവിക്കണേ എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് അതിന് ലാസ്റ്റ് ബുക്കിൻ്റെ ബാക്ക് കവറിൽ ഇങ്ങനെയാണ് വരിക. നമ്മുടെ ലോഗോ ഇട്ടു, നിള എന്നുള്ള പേരും എഴുതി. അപ്പോൾ ദിസ് ഇസ് ലൈക്ക് വെരി, ഇതിൽ ഫെൻസ് ഒന്നും കാണാനില്ല. സോ ഫെൻസ് ഉള്ളതാണ് ഫ്രണ്ടിലുള്ളത്, ബാക്കിലുള്ളത് ഫ്രണ്ട്സ് ഇല്ല. ഇതാണ് ബുക്ക് മോക്കപ്പ് ഡിസൈന്. നോട്ട്ബുക്ക് ഇതിലെങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇരിക്കുക, ഫ്രണ്ടും ബാക്കും. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഇൻസൈഡും ബാക്ക് സൈഡാണ് ഇങ്ങനെ വരിക. ഇൻസൈഡാണ് ഇപ്പുറത്തുള്ളത്. അപ്പോൾ അതിൻ്റെ നല്ല രസമുണ്ട് അതിൻ്റെ ഒരു ബുക്ക് ഡിസൈൻ വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. So I hope you like this video. Until next time, thank you for joining me into this kutti video.